ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നിരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നിരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നിരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഈശോയിലേക്ക് നമുക്ക് നോക്കാം. ഈ കരുണയുടെ മണിക്കൂറിൽ നമുക്ക് ഈശോയെ ഒരു നിമിഷം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ സ്തുതിച്ച് ആരാധിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഈശോയെ ആരാധന കർത്താവേ, നമ്മുടെ കൂടെ ആയിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറഞ്ഞ് ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ വേദനകളിലും ബുദ്ധിമുട്ടുകളിലും ഇമ്മാനുവലായ ദൈവം നമ്മോട് കൂടെ എന്ന ഇമ്മാനുവലായ ദൈവം ഈ നിമിഷം ഈ പരിശുദ്ധ ആൾത്താരിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന നിമിഷം ഈശോയെ ആരാധിച്ച് നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന. നമുക്ക് ദൈവസന്നിധിയിൽ ശാന്തമായിട്ടായിരിക്കാം. ഈശോയെ ആരാധന ആരാധന. ഹല്ലേലൂയ. ഈശോയെ ആരാധന. ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും അവരെ കീഴടക്കുകയില്ല. എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. ഒരു ക്രൈസ്തവ വിശ്വാസിയോട് ദൈവം നൽകുന്ന വാഗ്ദാനം, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് ദൈവം നൽകുന്ന വാഗ്ദാനമാണ്, ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും അവരെ ഉപദ്രവിക്കുകയില്ല. എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. നമുക്കിതിലും വലിയ എന്ത് വാഗ്ദാനം, എന്ത് ഉറപ്പാണ് നമുക്ക് വേണ്ടത്? സർവശക്തനായ ദൈവത്തിൻ്റെ കണ്ണ് നമ്മുടെ മേലുണ്ട്, നമ്മുടെ ഭവനത്തിൻ്റെ മേലുണ്ട്. വചനം പറയുന്നത് ഇങ്ങനെയാണ്. 1 കൊരിന്തോസ് 6:19 ഇവ ആദ്യം പറഞ്ഞ വചനത്തിൽ തന്നെ ഒരു കാര്യമുണ്ട്. ഇത് എൻ്റെ ഭവനമാണെന്നൊരു ബോധ്യം നമുക്കുണ്ടാവണം. നമ്മളായിരിക്കുന്ന ഇടം ദൈവത്തിൻ്റെ ഭവനമാണെന്നൊരു ബോധ്യം നമുക്കുണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ ശരീരമാവുന്ന ഭവനവും ദൈവത്തിൻ്റേതാണെന്നൊരു ബോധ്യം നമുക്കുണ്ടാവണം. അതുകൊണ്ടാണ് 1 കൊരിന്തോസ് 6:19 പറയുന്നത്, ദൈവദത്തമായ പരിശുദ്ധാത്മാവ് നിങ്ങളിലുണ്ടെന്നും നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്നും നിങ്ങൾക്കറിഞ്ഞുകൂടെ. നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നമ്മളൊരിടം ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ, നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുമ്പോഴാണ് ഒരുപക്ഷെ നമുക്ക് ഈ സംരക്ഷണം അനുഭവിക്കാൻ കഴിയും. പൂർണ്ണമായൊരു സമർപ്പണമുള്ളപ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി ഇടപെടുന്നത്. അതുപോലെ തന്നെ പിന്നീട് വായിക്കുന്ന തുടർന്ന് വചനം പറയുന്നത് ഇങ്ങനെയാണ്, ഒരു മർദ്ദകനും അതിനെ കീഴടക്കുകയില്ലെന്നാണ് പറയുന്നത്. ഉപദ്രവിക്കുകയില്ലെന്നല്ല. ഉപദ്രവങ്ങൾ ഉണ്ടാകാം. നമ്മുടെ ജീവിതത്തിൽ ചില അസ്വസ്ഥതകളും ആകുലതകളുമൊക്കെ ദൈവം അനുവദിക്കും. പക്ഷേ അതൊരിക്കലും നമ്മളെ കീഴടക്കുകയില്ലെന്നാണ് വചനം പറയുന്നത്. ചില രോഗാവസ്ഥകൾ ഒരുപക്ഷെ ദൈവം അനുവദിക്കുന്നുണ്ടാവാം. ചില തകർച്ചകളും ചില ദുരിതങ്ങളും ചില വേദനകളുമൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുമ്പോൾ അത് ദൈവത്തിലേക്കുള്ള തിരിച്ചുവരവിന് വേണ്ടി ദൈവം അനുവദിക്കുന്നതാണ്. ഒരിക്കലും അത് നമ്മളെ കീഴടക്കാൻ ദൈവം അനുവദിക്കുകയില്ല. തുടർന്ന് വചനം പറയുകയാണ്, എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. നമുക്ക് 100% ഈ വചനം ആത്മാർത്ഥമായ ഹൃദയത്തിൽ ഏറ്റെടുക്കാം. എൻ്റെ ദൈവത്തിൻ്റെ കണ്ണ് എൻ്റെ മേലുണ്ട്, എന്നെ ദൈവം കൈവിടില്ലെന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കാം. കാരണം സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 115:12 വചനം പറയുന്നുണ്ട്, കർത്താവിന് നിങ്ങളെപ്പറ്റി വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. നമ്മളെപ്പറ്റി വിചാരമുള്ള ഒരു ദൈവം, നമ്മളെ സൃഷ്ടിച്ച് നമ്മുടേതായ വഴിക്ക് വിട്ട് മാറി നോക്കി നിൽക്കുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ ബൈബിളിൽ കാണുന്നത്. നമ്മുടെ കൂടെ നടക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ബൈബിളിൽ പരിചയപ്പെടുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദൈവത്തിന് നമ്മെപ്പറ്റി വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഇതേ ഉറപ്പ് തന്നെയാണ് പത്രോസ്ലീഹ എഴുതിയ ലേഖനം 1:5-6 5-6 വചനം പറയുന്നുണ്ട്, ദൈവം നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ എല്ലാ ആകുലതകളും നമുക്ക് ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ഈ ഒരു വിശ്വാസം നമ്മൾ ഹൃദയത്തിൽ ഏറ്റെടുക്കണം. എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവായ
എൻ്റെ മേൽ കണ്ണു വച്ചിരിക്കുന്ന, എന്നെക്കുറിച്ച് വിചാരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞാൻ ആയിരിക്കുന്നതെന്ന ഒരു ബോധ്യം നമുക്കുണ്ടാവണം. ചിലപ്പോൾ നമ്മുടെ ചില ജീവിത സാഹചര്യങ്ങൾ മൂലം നമുക്കിത് അനുഭവിക്കാൻ സാധിക്കാത്ത ചില മേഖലകളുണ്ടാവും. ഒരു പക്ഷേ ജീവിതത്തിൽ ദൈവം എന്നെ കൈവിട്ടോ എന്ന് ചിന്തിക്കുന്ന ചില മേഖലകളൊക്കെ ജീവിതത്തിലുണ്ടാവും. അങ്ങനെയുള്ള ഒരു ഉത്തമ ഉദാഹരണം ബൈബിളിലുള്ളത് ജോബിൻ്റെ പുസ്തകത്തിലാണ്. ജോബിൻ്റെ പുസ്തകത്തിൽ ജോബിന് എല്ലാവിധ സംരക്ഷണവും നൽകി ദൈവം ഒരു സ്വർഗീയ സംരക്ഷണം ദൈവത്തിൻ്റെ ജോബിൻ്റെ ഭവനത്തിന് ചുറ്റും നൽകുന്നുണ്ട്. ഒരു സ്വർഗീയ വേലി, ഒരു വേലി കെട്ടി ജോബിൻ്റെ എല്ലാ സ്വത്തുവകകളും ദൈവം സംരക്ഷിക്കുന്നുണ്ട്. പിശാച് ജോബിനെ ഉപദ്രവിക്കാൻ നേരത്ത് ആ സംരക്ഷണ ഭിത്തി എടുത്ത് മാറ്റിയാൽ ഒരുപക്ഷെ ദൈവത്തെ ജോബ് തള്ളിപ്പറയുമെന്നാണ് സാത്താൻ പറയുന്നത്. അതിൻ പ്രകാരം ദൈവം ജോബിനെ സഹനത്തിന് വിട്ടുകൊടുക്കുന്നതൊക്കെ നമ്മൾ ജോബിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ജോബിൻ്റെ വിശ്വാസം അളക്കാനൊക്കെ ദൈവം ഈ ഒരു സംഭവം അങ്ങനെ അതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അവസാനം എല്ലാം നഷ്ടപ്പെട്ട ജോബ് പറയുന്നുണ്ട്, കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന് മഹത്വം എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ വചനത്തിൽ വായിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു അനുഭവം, ഈ ഒരു ദൈവ സംരക്ഷണം നമ്മൾ സ്വന്തമാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ മൂലം നമുക്ക് ദൈവിക സംരക്ഷണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ഇടയ്ക്കൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. കാരണം ദൈവം നമ്മളെ അതുപോലെ കാത്തു പരിപാലിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വചനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. അവിടെ കർത്താവിൻ്റെ മുന്തിരിത്തോപ്പ് എന്ന് പറയുന്ന ഒരു ബൈബിൾ ഭാഗമുണ്ട്. ദൈവം നമ്മളെ അത്ര കാത്തു പരിപാലിച്ച് നട്ട ഒരു മുന്തിരിച്ചെടി, ഒരു മുന്തിരിത്തോപ്പ്. ദൈവം പറയുന്നുണ്ട്, ഞാൻ ഈ മുന്തിരിച്ചെടിയോട് ചെയ്തതുപോലെ വേറെ ആര് ചെയ്യും? ഇത്രയധികം ആര് ഇതിനെ പരിപാലിക്കും? എന്നിട്ടെങ്ങനെയാണ് ഈ മുന്തിരിച്ചെടി കാട്ടുമുന്തിരിപ്പഴങ്ങൾ പുറപ്പെടുവിച്ചത്? ഒരുപക്ഷെ നമ്മുടെ ജീവിതങ്ങളും ഇങ്ങനെയായിരിക്കും. ദൈവം ഒരുപാട് കാത്തു പരിപാലിച്ച് നമ്മളെ വഴി നടത്തിയപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചില അസ്വസ്ഥതകൾ വന്നു. ദൈവം ആഗ്രഹിക്കാത്ത ചില പ്രവൃത്തികളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും. അപ്പം അതിന് സംഭവിച്ച ദോഷം ഇതാണ്. ബൈബിളിൽ പറയുന്നുണ്ട്, ഞാൻ അതിൻ്റെ വേലി എടുത്തു മാറ്റി അതിനെ നാശത്തിന് വിട്ടുകൊടുക്കും. ചില തെറ്റായ മാർഗങ്ങളിലുള്ള ജീവിത രീതി, ദൈവഹിത പ്രകാരമല്ലാത്ത ചില ജീവിത ശൈലികൾ, അങ്ങനെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനുള്ള ചില ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോയപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഈ ദൈവിക സംരക്ഷണം അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. കാരണം ദൈവം നമ്മളെ ചില സഹനങ്ങളിലൂടെയൊക്കെ കടന്നു വിടുന്നത് ആ ബോധ്യം നമ്മളിലുണ്ടായി നമ്മൾ തിരിച്ചു വരാൻ വേണ്ടിയാണ്. അങ്ങനെ ചില രോഗങ്ങളാവാം, ചില ദുരിതങ്ങളാവാം, ചില തകർച്ചകളാവാം. ഈ തകർച്ചകളൊക്കെ ദൈവം അനുവദിക്കുന്നത് നമ്മൾ ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയാണ്. ചില രോഗങ്ങളൊക്കെ വരുന്നത് ഒരു പക്ഷേ പാപത്തിൻ്റെതായ ചില മേഖലകൾ കൊണ്ടാണ്. എന്ന് വെച്ചാൽ എല്ലാ രോഗങ്ങളും പാപം കൊണ്ട് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. കാരണം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ നമ്മളൊരു അന്ധനായ യുവാവിനെ കാണുന്നുണ്ട്. അവിടെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, ഇവൻ അന്ധനായത് ഇവൻ്റെ പാപം കൊണ്ടാണോ അതോ ഇവൻ്റെ മാതാപിതാക്കളുടെ പാപം കൊണ്ടാണോ? ഈശോ പറയുകയാണ്, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ പാപം കൊണ്ടല്ല ഇവൻ അന്ധനായത്, ഇവനിൽ ചില ദൈവിക പ്രവൃത്തികൾ പ്രകടമാകാൻ വേണ്ടിയാണ്. നമ്മൾ ഒരുപാട് വേദനയോടെ ആയിരിക്കും ഒരുപക്ഷെ നമ്മൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത്. ഇത്രയും നാൾ നമ്മൾ കർത്താവെ ഒരുപാട് കുർബാന കൂടി, ഒരുപാട് ഭക്താഭ്യാസങ്ങളോടെ നമ്മൾ ജീവിച്ചു, ഒരുപാട് പ്രാർത്ഥിച്ചു. ചില മേഖലകൾ ഇപ്പോഴും കർത്താവെ തുറക്കപ്പെട്ടിട്ടില്ല. ചില വിവാഹ തടസ്സങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാവാം, ജോലി മേഖലകൾ, ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നവരൊക്കെ ഒരു പക്ഷേ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടാവാം. അതിന് കാരണം ചിലപ്പോൾ ദൈവത്തിന് ഹിതപ്രകാരമല്ലാത്ത ചില ജീവിത ശൈലികൾ നമ്മൾ പിന്തുടരുന്നത് കൊണ്ടാണോ എന്ന് നമുക്ക് ആത്മശോധന ചെയ്ത് നോക്കാം. എന്ന് വെച്ച് എല്ലാ രോഗങ്ങളും അങ്ങനെ ദൈവം നമുക്ക് പാപത്തിൻ്റെ ഫലമെന്ന് പറയാൻ പറ്റില്ല. കാരണം ലാസറിനെ ഉയർപ്പിച്ചപ്പോഴും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. ലാസറിന് വേണ്ടി തൻ്റെ സഹോദരിമാർ ലാസറിൻ്റെ അസുഖ വിവരം യേശുവിനെ അറിയിച്ചപ്പോൾ ഈശോ പറയുന്നുണ്ട്, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവവും അതിലൂടെ ദൈവപുത്രനും മഹത്വപ്പെടേണ്ടതിനാണ് ഈ രോഗം അനുവദിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ ദുരിതങ്ങൾ ദൈവത്തിലേക്കടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതായിരിക്കും.
ഇപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഈശോയെ പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ ദുരിതങ്ങൾ നിനക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണെങ്കിൽ, നിൻ്റെ ഹിതമാണെങ്കിൽ അത് ഈശോ പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ നിൻ്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് ഈശോ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാൻ സാധിക്കണം. എന്ന് വെച്ച് നമ്മുടെ ചില പാപമേഖല, അതായത് 1 കൊറിന്തോസ് 11-ാം അധ്യായം പറയുന്നത് ഇങ്ങനെയാണ്. 11-ാം അധ്യായം 27 മുതൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ ഏത് മനോഭാവത്തോടുകൂടിയാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്? വിശുദ്ധിയോടെയാണോ നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതെന്നൊക്കെ നമ്മൾ ആത്മശോധന ചെയ്യണം. കാരണം അവിടെ വചനം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആരെങ്കിലും അയോഗ്യതയോടെയാണ് ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുന്നതെങ്കിൽ അവർ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരായി പാപം ചെയ്യുന്നു. അവർ അവരുടെ തന്നെ ശിക്ഷാവിധിയാണ് പാനം ചെയ്യുന്നത്. അങ്ങനെ ചിലർ രോഗികളും ദുർബലരും ചിലർ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ വിശുദ്ധി എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, എത്രമാത്രം നമ്മൾ വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുത്ത് വേണം ഭക്താഭ്യാസങ്ങളിൽ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കേണ്ടതെന്നതിന് വചനം പറയുന്ന ഉത്തമ ഒരു ഉദാഹരണമാണ് ഈ വചനഭാഗം. അയോഗ്യതയോടു കൂടി നമ്മൾ വിശുദ്ധ ബലിയിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ആത്മശോധന ചെയ്ത് നോക്കണം. കാരണം ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ വചനം പറയുന്നുണ്ട്, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. നമ്മൾ ഓരോ ആരാധനയിലും പങ്കെടുക്കുമ്പോഴും നമ്മുടെ ലക്ഷ്യം ഇതായിരിക്കട്ടെ, കർത്താവേ നിന്നോട് കൂടുതൽ അടുക്കുവാനും കൂടുതൽ വിശുദ്ധിയിൽ വളരുവാനും ഞങ്ങളെ സഹായിക്കണമേ. കാരണം പലതരത്തിൽ നമ്മൾ അശുദ്ധരായി തീരാറുണ്ട്. എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ കൃത്യമായ വചനം പറയുന്നു, വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നിട്ടുണ്ട്. വിദ്വേഷമാകട്ടെ, മത്സരബുദ്ധിയാകട്ടെ, അശുദ്ധ ചിന്തകളും വിചാരങ്ങളുമാകട്ടെ, ഇങ്ങനെ പലതും നമ്മളെ ദൈവത്തിൽ നിന്നകറ്റി അശുദ്ധമായ ജീവിതത്തിലേക്ക് നയിച്ചിട്ടുണ്ടാവാം. കർത്താവേ, ഞങ്ങളുടെ ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും കാരണം ഞങ്ങളുടെ അയോഗ്യത, അശുദ്ധി ആണോ എന്ന് നമുക്ക് ഈ നിമിഷം ഒന്ന് ആത്മശോധന ചെയ്ത് നോക്കാം. വേണ്ട വിധത്തിൽ സമാധാനം അനുഭവിക്കാൻ സാധിക്കുന്നില്ല, സന്തോഷകരമായ ജീവിതം, കുടുംബജീവിതം നയിക്കാൻ സാധിക്കുന്നില്ല. ആരും കയറിയിറങ്ങി നടക്കാത്ത ഒരു ഭവനത്തിൽ ഇന്ന് ആർക്കും കയറിയിറങ്ങി നടക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലാണോ നമ്മുടെ ജീവിതമെങ്കിൽ നമ്മൾ ദൈവതിരുസന്നിധിയിൽ മാപ്പ് ചോദിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ഈ കരുണയുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്, നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കണം. നമ്മുടെ ജീവിതത്തിലുള്ള അസ്വസ്ഥതകളും ആകുലതകളും ഒക്കെ വിട്ടുമാറാൻ നമ്മൾ പരിപൂർണമായി ദൈവവചനത്തിലും ദൈവത്തിലും ആശ്രയിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 20-ാം തിരുവചനം 24-ാം തിരുവചനത്തിൽ വചനം പറയുന്നത് ഇങ്ങനെയാണ്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ അവർക്ക് തെറ്റുപറ്റിയത്. നമ്മുടെ ജീവിതത്തിൽ ചില വന്നുപോയ വീഴ്ചകൾ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും. കാരണം ചിലപ്പോൾ നമ്മൾ പാപജീവിതമാണോ നയിക്കുന്നതെന്ന് പോലും ഒരു പക്ഷേ നമുക്ക് തിരിച്ചറിയുന്നില്ല. കഴിഞ്ഞ ഇടയ്ക്കുണ്ടായ ഒരു സംഭവം, ഒരു വ്യക്തി കുമ്പസാരിക്കാൻ വന്നപ്പം ഒരച്ഛനോട് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, ഞാൻ പാപമൊന്നും എനിക്ക് ഓർക്കുന്നില്ല അച്ഛാ, ഞാൻ പാപം ചെയ്തിട്ടുണ്ടെന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ കുമ്പസാരിക്കാൻ സഹായിക്കുന്ന ഒരു കുമ്പസാര സഹായി എടുത്തു കൊടുത്തപ്പോൾ അത് വായിച്ചു നോക്കിയപ്പോൾ ആ വ്യക്തി ഒരുപാട് സമയം കുമ്പസാരിച്ചു എന്നാണ് അച്ഛൻ പറഞ്ഞത്. അതായത് ചിലപ്പോൾ നമ്മൾ പോലും അറിയുന്നില്ല നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെയാണ് പാപമേഖല. ഈ മേഖലകളൊക്കെ തുറന്നു കിട്ടാൻ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ അസ്വസ്ഥതകൾക്ക് കാരണം ഞങ്ങളുടെ അശുദ്ധമായ ഒരു ജീവിതമാണോ? ആ മേഖലകളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് നഷ്ടപ്പെട്ട ദൈവിക സംരക്ഷണം കർത്താവേ, ഈ ഞങ്ങൾക്ക് തിരികെ നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ബൈബിളിൽ നല്ലൊരു പ്രാർത്ഥനയുണ്ട്. ഈ അനുഭവത്തിലൂടെ കടന്നുപോയ ഒരു രാജാവ് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന മറ്റാരുമല്ല, ദാവീദ് രാജാവ് പ്രാർത്ഥിച്ചു. പാപം ചെയ്ത് ദൈവത്തിൽ നകന്നപ്പോൾ അദ്ദേഹം പല പ്രാർത്ഥനകളും പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ദാവീദിനെ നമുക്കറിയാം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ദൈവിക സംരക്ഷണത്തെ നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങ് പ്രസാദിച്ച് സിയോന് നന്മ ചെയ്യണമേ, ജെറുസലേമിൻ്റെ കോട്ടകൾ പുതുക്കി പണിയണമേ. ജെറുസലേമിൻ്റെ കോട്ടകൾ പുതുക്കി പണിയാൻ വേണ്ടി നമുക്ക് ഈ ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നഷ്ടപ്പെട്ട വിശുദ്ധി
അതെല്ലാം ഈശോയെ ഈ കോട്ട ഞങ്ങൾക്ക് പുതുക്കി പണിത് ഞങ്ങളുടെ ജീവിതത്തെ നീ ക്രമീകരിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായി ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ബലഹീനതകൾ മൂലമോ ഞങ്ങളുടെ അറിവില്ലായ്മ മൂലമോ ഏതെങ്കിലും ജീവിത സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ദൈവിക സംരക്ഷണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമ്മൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങ് പ്രസാദിച്ച് സിയോന് നന്മ ചെയ്യണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയായ ജെറുസലേമിൻ്റെ കോട്ടകൾ അങ്ങ് പുതുക്കി പണിയണമേ എന്ന് ആത്മാർത്ഥമായ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നു